അങ്ങനെ ഹീറോയിൻ്റെ അനിയന് ഇതാ പറയായിരുന്നു. ഇത് കേട്ട് പി.ടി.എസ് മെമ്പർ ഷോക്കായിരുന്നു. ശരി ഓക്കെ പറഞ്ഞ് പി.ടി.എസ് മെമ്പർ പറഞ്ഞത് കേട്ടിട്ട് പി.ടി.എസ് മെമ്പറോട് പറയായിരുന്നു. പി.ടി.എസ് മെമ്പർ അനിയൻ്റെ ഒരു കാര്യം പറഞ്ഞ് അനിയനക്ക് ഷോക്കായിരുന്നു. അപ്പോൾ ഓക്കെ ബ്രോ, എൻ്റെ ചേട്ടൻ്റെ ഫോൺ നമ്പർ തരാമെന്ന് അനിയന് കൊടുത്തായിരുന്നു. അനിയൻ കൊടുത്ത കൊണ്ട് അനിയന് ഫ്ലോ ഒക്കെ പി.ടി.എസ് മെമ്പറിൽ ഓർത്ത പ്ലാൻ ഓർക്കായിരുന്നു. അവർക്ക് 7 പേർക്ക് ഹീറോയിനെ ഇഷ്ടപ്പെട്ടായിരുന്നു. ശരി ഓക്കെ അവർ വന്ന് ഹീറോയിൻ്റെ ചേട്ടയുടെ ഫോൺ വിളിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവർ വരുപ്പിച്ച് മുണ്ടിയായിരുന്നു. എനിക്ക് എൻ്റെ അനിയത്തി ഇഷ്ടമാണ്, ഞങ്ങൾക്ക് മാരേജ് ചെയ്യിച്ച് തരുമോ പറ്റുമോ എന്ന് ചോദിക്കായിരുന്നു പി.ടി.എസ് മെമ്പർ. അത് കേട്ട് ഹീറോയിൻ്റെ ചേട്ടൻ ഷോക്കായിരുന്നു. എങ്ങനെയപ്പോൾ നിങ്ങൾക്ക് 7 പേർക്ക് എൻ്റെ അനിയത്തിന് മാരേജ് ചെയ്യിച്ച് തരാൻ പറ്റുമോ, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പി.ടി.എസ് മെമ്പർ പറയായിരുന്നു. അത് കേട്ടിട്ട് ശരി ഓക്കെ എന്നിട്ട് അവർക്ക് സാഡായിരുന്നു. ഹീറോയുടെ ചേട്ടൻ വിഷമമായിരുന്നു. ശരിപ്പാ ഞാൻ ഓക്കെ നിങ്ങൾക്ക് മാരേജ് ചെയ്ത് തരാം എന്ന് പറയായിരുന്നു. സമ്മതിച്ചായിരുന്നു. ശരി ഓക്കെ. അങ്ങനെ ഹീറോയുടെ വീട്ടിൽ പോയി ഹീറോയിൻ മമ്മിയുടെ ഡാഡിയോട് പറയായിരുന്നു, ഇതെങ്ങനെപ്പാ സെറ്റാവില്ല, പൂജേനെ എങ്ങനെടാ മാരേജ് ചെയ്യിച്ചു കൊടുക്കാം. ഇല്ലപ്പാ, പൂജനെ അവർക്ക് 7 പേർക്ക് ഇഷ്ടം. അത് മാത്രമല്ല എൻ്റെ അനിയത്തിക്ക് അവർ മേലെ ഭയങ്കര ക്രേസി ലവ് ഉണ്ട്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എങ്ങനെയാ ചെയ്യാൻ പറ്റുമോ, പ്ലീസ് മോം ഡാഡി പ്ലീസ് എന്ന് പറഞ്ഞ് അർജുനല്ല ഹീറോൻ്റെ ചേട്ടൻ ജാക്സനാണ്. ജോ ആണോ? ജോ അനിയൻ ജാക്സൺ ആയിരുന്നു. ടോമാ അതെ, ഹീറോയിൻ്റെ ചേട്ടൻ സമ്മതിച്ച് പറയുമ്പോൾ മമ്മി ഡാഡിയെല്ലാം അവനെ പി.ടി.എസ് മെമ്പറെ കുറിച്ച് അറിഞ്ഞിട്ട് ഓക്കെ പറഞ്ഞ് മാരേജ് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഹീറോയിൻ്റെ പാർട്ടി എൻജോയ് ചെയ്യാണ്ട് മാരേജ് ഫങ്ഷൻ ഹീറോയ്ക്ക് മാരേജാണ്. ഹീറോ എല്ലാവരും നോക്കി മുറക്കായിരുന്നു. എനിക്ക് നിന്നെ മാരേജ് ആരെ കൂടെ എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ചേട്ടൻ ജോക്കെന്ന് പറയാം എന്ന് പറഞ്ഞ് ഹീറോയി മാരേജിൽ ടെൻഷനായിരുന്നു. അപ്പോൾ 7 പേർ പറയുമ്പോൾ ഷോക്കായിരുന്നു. ഇവരെന്തിനാ എവിടെ വരുന്നത് എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ റിയാക്ഷൻ. അപ്പോൾ ജിന്നു പറഞ്ഞു ഹീറോയുടെ ചിച്ചിരി കണ്ണടിക്കരുത്. ഹീറോയ്ക്ക് ഷാക്ക് ബാക്കി ബസ് ജങ്കുക്ക് പറഞ്ഞ ഹീറോയുടെ ഇടുപ്പ് ക്ലിയർ അത് തുള്ളതാണ് ഹീറോ. അവൻ ജിമ്മിന് പറയായിരുന്നു ബേബി എന്ന് പറയായിരുന്നു. ബേബിയാ എന്ന് ഹീറോയിൻ്റെ റിയാക്ഷൻ മാറിയായിരുന്നു. അങ്ങനെ കൊണ്ട് ഹീറോയ്ക്ക് മാരേജ്, ഹീറോയിൻ്റെ മാരേജിക്ക് എല്ലാം റെഡിയായിരുന്നു. അങ്ങനെ എല്ലാം മാരേജ് നന്നായിട്ട് നടന്നു. അത് ഈ ഫോട്ടോ കാണുന്നത് മതിയാണ് വെഡിങ്ങിൻ്റെ പാർട്ടി ഇങ്ങനെ ഫുഡ് അത് ഇതാ. ഹീറോയ്ക്ക് ടെൻഷനായിട്ട് മമ്മിയുടെ ഡാഡി മുറക്കായിരുന്നു. ഇത് എനിക്കറിയാതെ ഹീറോയുടെ അനിയന് അത് വലിയ കട്ടായിരുന്നു. ഹീറോയ്ക്ക് അനിയൻ പോലെ ടെൻഷനായിരുന്നു. എന്താ ഇത് എൻ്റെ സർപ്രൈസ് ചേച്ചി എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് പി.ടി.എസ് മെമ്പർക്ക് മാരേജ് നന്നായിട്ട് നടന്നു. ഹീറോ 7 പേർ നോക്കി മുറക്കായിരുന്നു. 7 പേർ ഹീറോയിനെ കാട്ടെ ഹേ എന്ന് ചിരിക്കായിരുന്നു. അങ്ങനെ ഇന്ത്യൻ സൈസ് മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. അങ്ങനെ ഇവിടെ കുറച്ച് നാൾ ഇരുന്നായിരുന്നു ഹീറോയി. അങ്ങനെ ജിമ്മിൽ വന്ന് ടച്ച് ചെയ്തൊക്കെ ഹീറോയിനെ കൈ പിടിച്ചായിരുന്നു. ഹീറോയി മുറയ്ക്ക് പൊടാതിരുന്നു. അങ്ങനെ ഹീറോയി പായ് വിരിച്ചിട്ട് താഴെ കിടന്ന് പറഞ്ഞു. 7 പേർക്ക് ഷാക്ക്. ഇവളെന്താ ഞാൻ നിങ്ങളോട് മുണ്ടില്ല എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് മനസ്സ് പടപടടിക്കുക. അയ്യോ ഇവർ ടച്ചിങ് അത് കിസിങ് ചെയ്തു. ചേച്ചി വേണ്ട അത് ഹീറോയ്ക്ക് കിടന്ന് പറയായിരുന്നു. 7 പേർ കൂടെ ചേച്ചി എന്താ ഇവൾക്ക് പറ്റി? ആരം പറഞ്ഞു കുറച്ച് ടൈം വേണോടാ അവൾക്ക് നമ്മളെ കൂടെ ഒട്ടിപ്പോകാൻ. 7 ഹസ്ബൻഡ് ഒരാളല്ലല്ലേ നമ്മൾ 7 ഹസ്ബൻഡ്, അതുകൊണ്ട് കുറച്ച് ടൈം പോട്ടെ അവൾക്ക്. ഇനി ആറും പറഞ്ഞു എല്ലാവരും കിടന്ന് പറഞ്ഞു. ജിമ്മിന് വീട്ടിലെത്തന്നെ ചിരിക്കായിരുന്നു. ജിമ്മിന് വന്ന് ഹീറോയി ഉറങ്ങുമ്പോൾ ഹീറോയിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ തുടങ്ങി. ജിമ്മിന് വന്ന് തേടും വീക്ക് ചടിയത് എടാ നീ എവിടെ ഇട്ടോ പറഞ്ഞു. ഞാൻ ഉറങ്ങി. ജങ്കുക്കു നീയും ഉറങ്ങിയോ ഞാനും ഉറങ്ങും എന്ന് പറഞ്ഞ് 3 പേരെ ഹീറോയിനെ കെട്ടിപ്പിടിച്ച് നല്ല ഉറങ്ങായിരുന്നു. ജങ്കുക്ക് ഹീറോയിനെ കാലടറിഞ്ഞുകൊണ്ട് പറയുമായിരുന്നു. വിയും ജിമ്മിന് ഹീറോയിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞായിരുന്നു. രാവിലെ 6 മണിച്ചായിരുന്നു. 6 നോക്കുമ്പോൾ താഴെ നോക്കുമ്പോൾ 6 നെട്ടിയായിരുന്നു. 6 ഒച്ചടാക്കിയായിരുന്നു. ജിന്നി അടിച്ചായിരുന്നു. എന്താടാ ഷുഗാൻ കണ്ണുറഞ്ഞു. എന്നിട്ട് ഒച്ചടാക്കും. അങ്ങോട്ട് നോക്കുക താഴെ നോക്കുന്നു. താഴെ ഷാക്ക് എന്താടാ ഇത് എന്നെ കേട്ട് ഫാസ്റ്റാണല്ലോ ഇന്ന് എല്ലാത്തിനും അടിച്ചായിരുന്നു. ഹീറോയിൻ അപ്പോൾ ജിമ്മിനെ എണിപ്പിച്ചായിരുന്നു. ജിമ്മിന് ഒന്നോ ഹീറോയി കണ്ണു തുറന്നു. എല്ലാവരും അടിച്ചാൽ ജിമ്മിന് മാത്രം ഹീറോയിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങായിരുന്നു. ജങ്കുക്കും കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ വീണിച്ചായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ ഹീറോയി കടന്നു നോക്കും ഷാക്കാ വെച്ചിട്ടാക്കി. അപ്പോൾ ജങ്കുക്ക് ഇതാക്കി ജങ്കൊക്കെ എണിച്ചു. ജിമ്മിന് വായി കഴിച്ചു. വായി വിട്ടടി എന്നെ വായി മുട്ടടി സൗണ്ട് ഉണ്ടാക്കട ഏതെപ്പതിയുടെ താഴെ വന്നാണ് എന്ന് ജിമ്മി ചിരിക്കായിരുന്നു. ഹീറോയ്ക്ക് ചെടി കയറുന്നായിരുന്നു എല്ലാം. അങ്ങനെ ഹീറോ റൂമുക്ക് പാഞ്ഞത്. ഹീറോയുടെ റൂമുക്ക് അതിനെ കുറിച്ച് ഫ്രഷായി. അങ്ങനെ ഡേയ്സ് തുടങ്ങി. അങ്ങനെയായിട്ട് ഇപ്പോൾ ഹീറോയി കൊറിയയിൽ സൈസ് മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. ഹീറോയി കണ്ടിക്കാതെ പി.ടി.എസ് മെമ്പർ കണ്ടിക്കാതെ പോകുന്നത് വേറൊരു അങ്ങനെ പി.ടി.എസ് മെമ്പർക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അവർക്ക് ഒരു നാളെ ഗേൾസ് ഉണ്ടായി. ജിന്നൊരു ഗേൾ കൂടെ ഡാൻസ് കളിച്ച്. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. പി.ടി.എസ് മെമ്പർ എല്ലാവർക്കും ഒരു ഗേൾസിനോട് കളിക്കായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. വെച്ചിട്ടുണ്ടൊരു ആപ്പ് പറഞ്ഞ് എല്ലാവർക്കും വരെ അടി കൊടുത്തായിരുന്നു. ഹീറോയെ പണിയായിരുന്നു. അപ്പോൾ ആറും പറഞ്ഞു വിട്ട ശരിയല്ലടാ നിങ്ങൾ പോ ഫസ്റ്റ് എന്ന് പറഞ്ഞ് ജിന്നിനെ അയച്ചായിരുന്നു. ജിന്നു പറയാം അയ്യോ വേണ്ടടാ എനിക്ക് തയ്ക്കുമോ പറഞ്ഞ്
ജിൻ റൂമിൽ പോയി. ജിന്ന് സൗണ്ട് കതറുന്ന സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അയ്യോ ജിൻ ജങ്കുക്ക് പറയാം അയ്യോ അയാൾ തയ്ക്കുന്നത് ഞാൻ പോകുന്നു. ഞാൻ പറഞ്ഞു വേണ്ടടാ വേണ്ടടാ. അതെ രാവിലെ അത് നൈറ്റായിരുന്നു ജിന്ന് പോയിരുന്നു. ജിന്ന് രാവിലെയൊക്കെ പാവം ജിന്നിന് കോളത്ത് കടന്ന് എല്ലാവരും ചിരിക്കായിരുന്നു. പാവം ജിന്ന് ഡ്രസ്സ് കീറിയിട്ട് ജിന്ന് കോഴി കഞ്ഞി അത് തണ്ണിയിൽ നനഞ്ഞ മുതലുണ്ട്. പാവ ജിന്ന് കരിയാർത്ത് എന്താടാ ജുഗാരിയുടെ കാതിൽ പോയിട്ട് പറഞ്ഞു ഷാക്ക് ഇതാടാ നടന്നത്. അപ്പോൾ ജങ്കുക്കൊക്കെ എന്താ എന്നാ ഹയാം ഡ്രസ്സ് എന്ത് പറ്റി? എൻ്റെ ഡ്രസ്സ് നോക്കുമ്പോൾ ഹിറ കിസ് അടിച്ച് കടിച്ച് വെച്ചായിരുന്നു. ഹിറ ലിപ് മാർക്കെല്ലാം കടിച്ച് കിൻസലഡായിരുന്നു. ഇതിയുടെ ഷാക്കായിരുന്നു. കതറ തുടങ്ങി. ഞാൻ പോയെന്നൊക്കെ കതറ് കിട്ടിയത്. അപ്പോൾ ജങ്കു ഇരിക്കാറ്. അപ്പോൾ എനിക്കും ഇങ്ങനെ ഇരിക്കൂ ജിന്നു പറയാത് പോണ്ടടാ അവൻ തച്ചട്ടടിയിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ എല്ലാ ഷുഗർ നോക്കായിരുന്നു. ഷുഗർ മെല്ലെ എസ്കേപ്പ് ആവാൻ നോക്കിയായിരുന്നു. ഷുഗർ അതിന് നൈറ്റായിരുന്നു. ഫുഡെല്ലാം കഴിച്ചായിരുന്നു. നൈറ്റായിരുന്നു. ഷുഗറിന് റൂമിലിട്ട് ലോക്ക് ചെയ്തായിരുന്നു. ഷുഗർക്ക് അറിയാലായിരുന്നു എവിടേക്ക് എസ്കേപ്പ് ആവാൻ നോക്കിയാൽ ഷുഗർ പിടിച്ച് റൂമിലിട്ടായിരുന്നു. ഷുഗർ വന്ന് എന്ത് പറ്റി ബേബി? ഒന്നുമില്ല കൂനക്കുട്ടി ഇങ്ങോട്ട് വാടാ, ക്യാറ്റ് ബോയ് ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞു. ഷുഗർ വേണ്ടടി വേണ്ട ഷുഗറിൻ്റെ വോയിസ് കേൾക്കാതെ എല്ലാവർക്കും അത് പഞ്ഞു വെച്ച് കിടന്ന് ഇറങ്ങായിരുന്നു. ഷുഗർ ഷാവിലെ ഷുഗർക്ക് ഇറക്കായിരുന്നു. ഷുഗർ എന്താ വരാത്ത എന്നാ ആര് പറയാം ഹീറോ എണിച്ചിട്ട് വന്നായിരുന്നു. ഷുഗറിനെ പോയിട്ട് നോക്കും. ഷുഗർ പാവം അയ്യോ പാവം ഷുഗറിൻ്റെ വീടല്ല പൊപ്പി പാവക്കെ കണ്ണുള്ള റെഡ് കളറായിട്ട് പാവം ഷുഗർക്ക് ഉറക്കിയിട്ട് ഷുഗർ പറയാം. ഷുഗർ 6 മണി പറയുന്നു. ഷുഗർ കയറിയാൽ തുടങ്ങി. ഷുഗർ ഡ്രസ്സ് നോക്കുമ്പോൾ എനിക്കറിയായിരുന്നു ഷുഗർ അയ്യോ സമാധാനം അങ്ങനെ ഷുഗറിനെ സമാധാനമാക്കിയായിരുന്നു ഷുഗർ. അപ്പോൾ പറയുന്നു ഞാൻ പോകുന്നില്ല അങ്ങനെ കുറച്ച് കഴിക്കും. ഷുഗർ പറയുന്നു. അപ്പോൾ ഷുഗർ ജേഹോപ്പ് പറഞ്ഞായിരുന്നു. ജേഹോ അയ്യമ്മ ഡാൻസ് ജേഹോ പോലെ കണ്ണു കഴിഞ്ഞിട്ട് നമ്മൊരു ഗെയിം കളിക്കാം. ജേഹോപ്പ് എന്നെ റൂമിൽ തന്നെ ജേഹോപ്പ് ലോക്കിട്ട് ജേഹോപ്പ് എന്തിൻ്റെ എൻ്റെ കണ്ണൊക്കെ തുണി കെട്ടി എടുത്താൽ നീ തുറന്ന് നോക്കുമ്പോൾ ഹീറോ കൈ വെച്ചിട്ട് ജേഹോപ്പ് നോക്കാൻ ഇത് ജേഹോപ്പ് ഓടെ നോക്കിയായിരുന്നു. ജേഹോപ്പിനെ കുറിച്ച് ജേഹോപ്പ് കതർന്ന സൗണ്ട് കേൾക്കാറുണ്ട്. എല്ലാം ചിരിക്കാൻ ജേഹോപ്പ് രാവിലെ ജേഹോപ്പ് ഷുഗർ 6 മണിക്ക് മുറക്കായിരുന്നു. അപ്പോൾ ജേഹോ മനസ്സിലായിരുന്നു ಎಷ್ಟು നീയല്ലടാ 6 വെച്ചിട്ടാ